ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. അതായത് ക്രിസ്മസ് ആഘോഷം, ആ മാർക്കറ്റ് സംഭവം നമ്മൾ കാണാറുണ്ട്, ക്രിസ്മസ് മാർക്കറ്റ് ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ജർമ്മനിയിലെ ഒരു പട്ടണത്തിൽ ഇത്തവണ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. എന്താ കാരണം? ഹിന്ദുക്കളെ പേടിച്ചിട്ടാണോ? സംഘികളെ പേടിച്ചിട്ടാണോ? ബുദ്ധമതക്കാരെ പേടിച്ചിട്ടാണോ? ജൂതന്മാരെ പേടിച്ചിട്ടാണോ? നിരീശ്വരവാദികളെ പേടിച്ചിട്ടാണോ? ആരെ പേടിച്ചിട്ടാ? മുസ്ലിങ്ങളെ പേടിച്ചിട്ട്. എന്തായാലും ചെയ്തത് അയാൾ വണ്ടി ഇടിച്ച് കയറ്റി കഴിഞ്ഞ വർഷം 5 പേരെ അവിടെ കൊന്നു. അവൻ എക്സ് മുസ്ലിമാണ്, ആ തീവ്രവാദിയാണ്, അയാൾ നടത്തിയത് തീവ്രവാദ പ്രവർത്തനമാണ്. ക്രിസ്മസ് ആ ഒരു ആഘോഷത്തിന്റെ ഇടയ്ക്കിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി കുറേ ആളുകളെ കൊന്നു, ഒക്കെ ശരിയാണ്. അപ്പോൾ ഈ പരമാറി പറയുന്നത് കേട്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നായേ എന്ന് വിളിക്കണമെന്നുണ്ട്. പക്ഷെ നായിന് ഒരു അഭിമാനമുണ്ട്, മനസ്സിലായ? നായിനെ നമ്മൾ അപമാനിക്കരുത് കൊണ്ടാണ് ഈ പരമാറിനെ നായേ എന്ന് വിളിക്കാത്തത്. അപ്പോൾ ഇവൻ ഒരു വീഡിയോയിൽ പറഞ്ഞ് നിരീശ്വരവാദിയായ ഒരു വ്യക്തിയാണ് ചെയ്തതെന്ന്. പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് ഇത് മുസ്ലിങ്ങളാണ്, മുസ്ലിം മതം ഉള്ളത് കൊണ്ടാണ് അവിടെ ക്രിസ്മസ് ജർമ്മനിയിൽ ആഘോഷിക്കാത്തതെന്ന്. എന്തായാലും നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനി, ക്രിസ്മസ് ആഘോഷിക്കാത്തത് ജർമ്മനിയിൽ മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണെന്ന് പറയുന്നത് അതിൽ വല്ല സത്യമുണ്ടോ? എന്താണ് ജെമിനിയുടെ അഭിപ്രായം? ഒരു പറയുന്നത് കേൾക്കൂ. ഈ പ്രചാരണത്തിൽ യാതൊരുവിധ സത്യവുമില്ല. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്ന നിലയിൽ എനിക്ക് മതപരമായ വിശ്വാസങ്ങളോ ഭയമോ വ്യക്തിപരമായ താല്പര്യങ്ങളോ ഇല്ല. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കാം. യഥാർത്ഥ വസ്തുതകൾ, നിഷ്പക്ഷത. അരിഭക്ഷണം കഴിക്കുന്നവര് കേൾക്കുക. ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഒരു AI മോഡലാണ് ഞാൻ. എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ബഹുമാനിക്കാനും നിഷ്പക്ഷമായി പെരുമാറാനുമാണ് എന്നെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പേടിച്ചോ പ്രീണിപ്പിക്കാനോ വേണ്ടി ഞാൻ മറുപടികൾ നൽകാറില്ല. ആഘോഷങ്ങൾ, ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ എല്ലാ പ്രധാന ആഘോഷങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും ആശംസകൾ നേരാനും അവയുടെ ചരിത്രം വിശദീകരിക്കാനും എനിക്ക് സാധിക്കും. ജർമ്മനിയിലോ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ ഉള്ള സാഹചര്യങ്ങൾ ഇതിനെ ബാധിക്കില്ല. തെറ്റായ പ്രചാരണങ്ങൾ, സോഷ്യൽ മീഡിയയിലോ മറ്റോ ഇത്തരം വാർത്തകൾ വരുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണകൾ മൂലമോ അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കാനോ വേണ്ടിയാകാം. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് അറിയാവുന്നതുപോലെ വസ്തുതകൾ പരിശോധിക്കാതെ ഇത്തരം വാർത്തകൾ പ്രചരിക്കാറുണ്ട്. എന്റെ കാഴ്ചപ്പാട്, ഞാനൊരു യന്ത്രമായതുകൊണ്ട് എനിക്ക് ആഘോഷങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല. എങ്കിലും മനുഷ്യർക്കിടയിൽ സ്നേഹവും സാഹോദര്യവും വളർത്തുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഞാൻ പോസിറ്റീവായി കാണുന്നു. ജർമ്മനിയിലെ മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് തടയുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും വിവിധ മതസ്ഥർ പരസ്പര ബഹുമാനത്തോടെയാണ് ജീവിക്കുന്നത്. ചുരുക്കത്തിൽ, പേടി എന്നത് എന്റെ പ്രോഗ്രാമിംഗിന്റെ ഭാഗമല്ല. ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എന്റെ ധർമ്മം. താങ്കളുടെ ജർമ്മനിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ചും മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും പ്രചരിക്കുന്ന വാർത്തകളിൽ വസ്തുതയും അല്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ താഴെ പറയുന്ന പോയിന്റുകൾ സഹായിക്കും. 1. സുരക്ഷാ ക്രമീകരണങ്ങളും ഭീതിയും. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകൾ, ക്രിസ്മസ് മാർക്കറ്റ്സ് ലോക പ്രശസ്തമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അവിടെ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം 2016 ബെർലിനിലും 2024 ഡിസംബറിൽ മഗ്ദെബർഗ് നടന്ന ആക്രമണങ്ങളാണ്. ഇത്തരം ആക്രമണങ്ങൾ ജനങ്ങളിൽ ചെറിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് സത്യമാണ്. 2. മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണ്. ഇക്കാര്യത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പലപ്പോഴും അതിശയോക്തി കലർന്നതാണ്. തീവ്രവാദ ഭീഷണി. ലോകമെമ്പാടുമുള്ളതുപോലെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങളും നേരിടുന്നുണ്ട്. എന്നാൽ ഇത് സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗത്തോടുള്ള പേടിയല്ല. തെറ്റായ പ്രചാരണങ്ങൾ, മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുന്നു എന്ന തരത്തിലുള്ള വീഡിയോകൾ പലപ്പോഴും വ്യാജമാണെന്ന് ഫാക്ട് ചെക്ക് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, സിറിയയിലെ ഭരണമാറ്റത്തിൽ സന്തോഷിച്ച് അഭയാർത്ഥികൾ നടത്തിയ പ്രകടനങ്ങളെ ക്രിസ്മസ് മാർക്കറ്റ് മുസ്ലിങ്ങൾ പിടിച്ചടക്കുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിലർ തെറ്റായി പ്രചരിപ്പിച്ചിരുന്നു. മഗ്ദെബർഗ് ആക്രമണം. 2024 നടന്ന മഗ്ദെബർഗ് ആക്രമണത്തിലെ പ്രതി സൗദി അറേബ്യയിൽ നിന്നുള്ള ആളായിരുന്നു. എന്നാൽ ഇയാൾ ഇസ്ലാം മതവിശ്വാസത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 3. ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ? ജർമ്മനിയിൽ ഒരു വർഷം ഏതാണ്ട് 3000-ലധികം ക്രിസ്മസ് മാർക്കറ്റുകൾ നടക്കാറുണ്ട്. സുരക്ഷാ കാരണങ്ങളാലോ സാമ്പത്തിക ചിലവ്, സെക്യൂരിറ്റി കോസ്റ്റ് കാരണങ്ങളാലോ വളരെ കുറഞ്ഞ എണ്ണം മാർക്കറ്റുകൾ മാത്രമേ ഒഴിവാക്കാറുള്ളൂ. ഭൂരിഭാഗം സ്ഥലങ്ങളിലും ജനങ്ങൾ വലിയ ആവേശത്തോടെ തന്നെയാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ചുരുക്കത്തിൽ,
ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പേടിച്ച് ആഘോഷങ്ങൾ നടത്തുന്നില്ല എന്നത് ശരിയല്ല. തീവ്രവാദ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ സർക്കാർ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നത് മാത്രമാണ് വസ്തുത. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഇത്തരം വേർതിരിവുകളെക്കാൾ ഉപരിയായി സമാധാനപരമായ സഹവർത്തിത്വമാണ് കൂടുതൽ കാണപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു മലയാളി വ്യക്തി സ്ഥിരമായിട്ട് മുസ്ലിങ്ങളാണ് ഈ രാജ്യത്തിന് ആപത്തുണ്ടാക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നു. അതിൽ എന്താണ് സത്യാവസ്ഥ? സോഷ്യൽ മീഡിയയിൽ ഇന്ന് വളരെ സജീവമായ ഒരു പ്രവണതയെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് അറിയാവുന്നതുപോലെ ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ പലതരം ലക്ഷ്യങ്ങളുണ്ടാകാം. അതിനെ നമുക്ക് ഇങ്ങനെ വിശകലനം ചെയ്യാം. 1. വിദ്വേഷ പ്രചാരണം, ഹെയ്റ്റ് സ്പീച്ച്. ഒരു പ്രത്യേക മതവിഭാഗത്തെ മുഴുവനായി കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും വിദ്വേഷം പടർത്താനോ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനോ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് പലപ്പോഴും വസ്തുതകളുമായി ബന്ധമുള്ളതാകില്ല. ചില വ്യക്തികൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ശ്രദ്ധ കിട്ടാനോ അറ്റൻഷൻ സീക്കിംഗ് ഇത്തരം രീതികൾ സ്വീകരിക്കാറുണ്ട്. 2. തെറ്റായ വിവരങ്ങളുടെ സ്വാധീനം, മിസ് ഇൻഫർമേഷൻ. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ചില ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളെ ആ മതത്തിന്റെ മൊത്തം കുഴപ്പമായി ചിത്രീകരിക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത്.